നരേന്ദ്രമോദി സർക്കാരിനെ മൂന്നാമതും അധികാരത്തിൽ എത്താതിരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ഉൾപ്പെടെ എല്ലാവരും കൂടെ ചേർന്ന്, അതായത് പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് രൂപം നൽകിയ ഒരു മുന്നണിയാണ്, അല്ലെങ്കിൽ ഒരു സഖ്യമാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. പക്ഷെ 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിലൊരു പിളർപ്പ് വന്നിരിക്കുന്നു. ഇപ്പോൾ ഇന്ത്യ മുന്നണി മൊത്തത്തിൽ പിളർന്നിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് ജൂലൈ 20-ാം തീയതിയാണ് പാർലമെന്റിൽ സമ്മേളനം തന്നെ ആരംഭിക്കുന്നത്. അതായത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത തന്ത്രം രൂപീകരിക്കാൻ തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ കടുത്ത അനിശ്ചിതത്വമാണ് ഇപ്പോൾ തുടരുന്നത്. അതായത് ആരൊക്കെ ഈ ഒരു ചർച്ചയ്ക്ക് വരും എന്നിപ്പോൾ ആർക്കും, രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെക്കോ ഒന്നും തന്നെ ഒരു ഉറപ്പ് പറയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ നേരിട്ട് ക്ഷണിച്ചിട്ടും യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന കാര്യം ഭൂരിഭാഗം സഖ്യകക്ഷികളും കോൺഗ്രസിനെ ഇതുവരെയായിട്ട് അറിയിച്ചിട്ടില്ല. തിങ്കളാഴ്ച പാർലമെന്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് പ്രതിപക്ഷ നിരയിലെ ഭിന്നതകൾ വീണ്ടും പരസ്യമാകുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, വിലക്കയറ്റം, ഭരണഘടനാ ഭേദഗതികൾ തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ സംയുക്തമായി നീങ്ങാനായിരുന്നു കോൺഗ്രസിന്റെ നീക്കം. ഇതിനായി എല്ലാ സഖ്യകക്ഷി നേതാക്കൾക്കും ഖാർഗെ വ്യക്തിപരമായി ഒരു യോഗ സന്ദേശം തന്നെ കൈമാറുന്നു. അതായത് ഇന്ത്യ സഖ്യത്തിലെ എല്ലാവരുമായിട്ട് ഒരു യോഗം തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ ജൂൺ 20-ാം തീയതി പാർലമെന്റ് സമ്മേളനം നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചർച്ച ചെയ്യണം. എന്തൊക്കെയാണ് നമ്മൾ ഭരണകക്ഷിയായ, അതായത് കേന്ദ്ര സർക്കാരിന് നേരെ അല്ലെങ്കിൽ BJP സർക്കാരിന് നേരെ ഉന്നയിക്കേണ്ടത്? വിലക്കയറ്റം, അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരുപാട് ബില്ലുകൾ ഈ സമ്മേളനത്തിൽ പാസ്സാക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഒരു ഐക്യകണ്ഠേന ഒരു ചർച്ച നടത്തേണ്ട കാര്യമുണ്ട്. അതിനൊക്കെയായിട്ട് നമുക്കൊരു മീറ്റിംഗിൽ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പാർട്ടിയും, അതായത് പ്രതിപക്ഷ പാർട്ടികളൊന്നും തന്നെ മല്ലികാർജ്ജുന ഖാർഗെയുടെ മറുപടിക്ക് തിരിച്ചൊരു മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ നിർണായകമായ ചില ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ സഖ്യത്തിലെ പല പ്രാദേശിക പാർട്ടികൾക്കും കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകളാണ് ഉള്ളത്. ഞായറാഴ്ച കേന്ദ്ര സർക്കാർ വിളിച്ചിട്ടുള്ള സർവകക്ഷി യോഗത്തിന് ശേഷമേ തിങ്കളാഴ്ച പ്രതിപക്ഷ യോഗത്തിൽ ആരൊക്കെ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ അന്തിമമായ ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബില്ലുകൾ പാസ്സാക്കാനായിട്ട് കേന്ദ്ര സർക്കാരിന് കുറച്ച് അംഗബലം കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ BJP സർക്കാർ മറ്റ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നടക്കമുള്ള MP-മാരെ അടക്കം ഉള്ളവരെ ഇതിലേക്ക് BJP-യിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവർ ഈ ബില്ല് അനുകൂലിച്ചുകൊണ്ട് ബില്ല് ഇടണം, അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ട് ബില്ല് പാസ്സാക്കണം എന്നടക്കമുള്ള ഒരു നീക്കത്തിലേക്ക് BJP-യും അവിടെ ഒരു തന്ത്രം മെനയുന്നുണ്ട്. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം DMK മുന്നണി വിട്ട് മറുകണ്ഠം ചാടിയ കോൺഗ്രസിനോട് മുൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇപ്പോൾ വലിയ അകൽച്ചയിലാണ്. അതായത് TVK അവിടെ തമിഴ്നാട്ടിൽ വിജയിച്ചപ്പോൾ കോൺഗ്രസ് നേരെ, അതായത് രാഹുൽ ഗാന്ധി നേരെ TVKക്ക് കൈകൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ സ്റ്റാലിൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധി നമ്മളെ പച്ചയായിട്ട് വഞ്ചിച്ചു അല്ലെങ്കിൽ ചതിച്ചു. ഇത്രയും വർഷം നമ്മൾ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന ഒരു മുന്നണിയിൽ കൂടെ ഉണ്ടായിട്ട് പിന്നിൽ നിന്നും രാഹുൽ ഗാന്ധി കുത്തി. ഇനി രാഹുൽ ഗാന്ധിയുമായിട്ട്, അതായത് കോൺഗ്രസുമായിട്ട് ഇനി DMK ഒരു തരത്തിലുമുള്ള ഒരു ബന്ധത്തിനോ അല്ലെങ്കിൽ ഇനി ഒരു തരത്തിലുമുള്ള കൂട്ടുകെട്ടിനോ ഇനി DMK പോകില്ല എന്നൊരു നീക്കമായിരുന്നു സ്റ്റാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ സ്റ്റാലിൻ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയോട് ഒരു തരത്തിലും സഹകരിക്കാൻ സാധ്യത ഇല്ല എന്നാണ് DMK ഭാരവാഹികൾ ഇപ്പോൾ നൽകുന്ന സൂചനകൾ. അതിനോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ തൃണമൂൽ കോൺഗ്രസിനെ വേരോടെ പിഴുതു കളഞ്ഞാണ് BJP അവിടെ ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തിയത്. അങ്ങനെ അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൽ നിന്നുള്ള MP-മാർ അടക്കമുള്ളവർ, MLA-മാർ അടക്കമുള്ളവർ BJP-യിലേക്ക്, അതായത് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് BJP-യിലേക്ക് പോയി അംഗത്വം എടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ തരത്തിലുള്ള തിരിച്ചടികൾ നേരിടുന്നു. അങ്ങനെ തൃണമൂൽ കോൺഗ്രസിൽ പറയത്തക്ക വിധം MP-മാരൊന്നും തന്നെ, അതായത് മഹോമോത്ര ഒഴികെ മറ്റുള്ള MP-മാരൊന്നും തന്നെ തൃണമൂൽ കോൺഗ്രസിലില്ല. വളരെ വിരലെണ്ണാവുന്ന MP-മാർ മാത്രമേ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഉള്ളൂ എന്നത് ഇന്ത്യ സഖ്യത്തിന് കടുത്ത ഒരു തിരിച്ചടി തന്നെ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായിട്ട്, അതായത് ഡൽഹി തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിനു ശേഷം കോൺഗ്രസുമായിട്ട് അടിച്ചു പിരിഞ്ഞ് ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ നിന്നും പുറത്തു പോയിരുന്നു. അപ്പോൾ ആകെപ്പാടെ ഇത്തിരി ശക്തമായ പാർട്ടി എന്ന് പറയാൻ സാധിക്കുന്നത് DMK ആയിരുന്നു. അപ്പുറത്താണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഉണ്ടായിരുന്നു, പിന്നെ ആം ആദ്മി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആം ആദ്മിയിലുള്ള മിക്ക MP-മാരും ഇപ്പോൾ BJP-യിലേക്ക് എത്തി നിൽക്കുന്നു. അങ്ങനെ തൃണമൂൽ കോൺഗ്രസും ഇപ്പോൾ ഒരു നനഞ്ഞ പടക്കത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. MLA-മാരും MP-മാരും തൃണമൂൽ വിട്ടു പോകുന്ന സാഹചര്യത്തിൽ ഇനി എങ്ങാനും മമതയുടെ നിലപാട് എന്തായിരിക്കും? ഈ ഇന്ത്യ സഖ്യത്തിൽ ഇനി ഒരു ചർച്ചയ്ക്ക് ഞാൻ ഇല്ല എന്ന രീതിയിലേക്ക് മമത എത്തുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിന്റെ പിളർപ്പ് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം തകർന്നുവെന്ന് ഔദ്യോഗികമായി തിങ്കളാഴ്ചയോടുകൂടി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നാൽ നരേന്ദ്രമോദിയെ തകർക്കാൻ ഇറങ്ങിയ കോൺഗ്രസിന്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക്, അല്ലെങ്കിൽ മല്ലികാർജ്ജുന ഖാർഗെക്ക് തന്നെ സ്വന്തം ഇന്ത്യ സഖ്യത്തിലുള്ള കൊഴിഞ്ഞുപോക്ക് തടയാൻ സാധിച്ചില്ല എന്നുള്ള ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ
കാര്യങ്ങളെത്തും. കൂടാതെ ഏറ്റവും തന്ത്രപ്രധാനമായ ബില്ലുകൾ പാർലമെന്റ് സമ്മേളനത്തിൽ പാസ്സാക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു കരുക്കളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അവിടെ നടത്തുന്നത്. അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ള ഒരു നീക്കം കൊണ്ടുവരുമ്പോൾ മറുഭാഗത്ത് അതായത് ബി പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി അടക്കമുള്ള പല തന്ത്രങ്ങളും അവിടെ റെഡിയാക്കി വച്ചിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന സൂചന. അതായത് എന്ത് വില കൊടുത്തും ഡീലിറ്റേഷൻ ബില്ല് അടക്കമുള്ള അതായത് വനിതാ സംവരണം അടക്കമുള്ള ബില്ലുകളടക്കം പാർലമെന്റിൽ പാസ്സാക്കി രാഷ്ട്രപതിക്ക് ഒപ്പിനായി അയക്കുമെന്ന ഒരു നീക്കത്തിലാണ് ബി ഇപ്പോൾ ഉള്ളത്.